ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ പകൽ നാം വായിച്ചത്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കെന്യർ, കെനിസ്യർ, കദോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, എബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ. ഈ വാക്യത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു നല്ല സ്തോത്രം പറയാം. ആമേൻ. ഇനി ആരും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കരുത്, എന്നെ ശ്രദ്ധിക്കുക. ദൈവദാസന്മാരായി ഞങ്ങൾക്ക് നിങ്ങൾ ബൈബിൾ വായിച്ചു കാണുന്നത് പോലെ പെരുത്ത സന്തോഷം വേറെ ഒന്നുമില്ല. പക്ഷേ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വായന തുടർന്നുകൊണ്ടിരുന്നാൽ പ്രസംഗിക്കുന്നതും മനസ്സിലാകില്ല, വായിക്കുന്നതും പിടികിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ സന്ദേശം നിങ്ങൾക്ക് പിടികിട്ടേണ്ടുന്നതിന് വളരെ വിനയത്തോടെ നിങ്ങളുടെ ശ്രദ്ധ ദൈവവചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം പഴയ നിയമ ഇസ്രായേലിൻ്റെ വാഗ്ദത്തങ്ങളുടെ അടിത്തറകളാണെന്ന് പറഞ്ഞാണ് നാം ആ സന്ദേശം ആരംഭിച്ചത്. 3 പരാമർശങ്ങളോടുകൂടെ ആ അധ്യായം ആരംഭിക്കുന്നു. ഒന്ന് നമ്മൾ പകൽ ധ്യാനിച്ചു. ദൈവം ദർശനത്തിൽ അബ്രാമിനോട് പറയുകയാണ്. അവിടെ ഒരു പദമുണ്ട്, അനന്തരം. ദൈവം ദർശനത്തിൽ അബ്രാമിനോട് പറയുന്നു, ഒന്ന് അബ്രാമേ, നീ ഭയപ്പെടണ്ട. എന്തുകൊണ്ട് ഭയപ്പെടണ്ട എന്ന് ദൈവം പറഞ്ഞു. അബ്രഹാം ഭയപ്പെടാനുള്ള കാരണമെന്ത് എന്ന് നമ്മൾ ധ്യാനിച്ചു. അപ്പൊ ഒന്ന്, അബ്രാമേ, നീ ഭയപ്പെടണ്ട. 2, ദൈവം പറയുന്നു, ഞാൻ നിന്റെ പരിചയ. എന്താ അങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? അബ്രഹാമിന്റെ ഭയം എന്താ? പ്രതീക്ഷിക്കാത്ത ഏതു സമയത്തും താൻ പരാജയപ്പെടുത്തിയ 4 രാജാക്കന്മാരാൽ ഒരാക്രമണം തനിക്കെതിരെയുണ്ടാകാം. തൻ്റെ കൂടാരം ആ പ്രതിസന്ധിയെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ലെന്നുള്ള ചിന്തയിലിരിക്കുമ്പോ തൻ്റെ ഭക്തന്റെ ഹൃദയമറിയാവുന്ന ദൈവം പറയുക, നീ ഭയപ്പെടണ്ട, ഞാനാ നിന്റെ പരിച. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ ഞാൻ വിളിച്ചു വേർതിരിക്കുമ്പോ നിന്നിലൂടെ നിവർത്തിക്കേണ്ട ചില പദ്ധതികളില്ലേ, ആ പദ്ധതികൾ നിവർത്തിച്ചു തീരുന്നിടം വരെ നിന്റെ ഒരു തലമുടി നാരിനു പോലും ഒരു കേടും ആരും വരുത്താതെ എന്റെ സംരക്ഷണ വലയത്തിനകത്ത് നിന്നെ പൊതിഞ്ഞുകൊണ്ട് നടക്കാൻ ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ നിന്റെ പരിചയാണ്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത ദൈവമക്കൾ വിളിച്ചു പറ, ഞാൻ യാദൃച്ഛികമായി മണ്ണിൽ ജനിച്ചയാളല്ല, ജനിച്ചു പോയതുകൊണ്ട് മരിക്കുന്നിടം വരെ ജീവിക്കുന്നയാളുമല്ല. ഞാൻ ഈ മണ്ണിൽ പിറന്നു വീഴുന്നതിന് മുമ്പേ എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ നിർണയിക്കുകയും ആ നിർണയത്തിന്റെ നിവർത്തിക്കായി ഈ മണ്ണിൽ ഒരു ജീവിതം എന്റെ ദൈവം തരികയും ചെയ്തെങ്കിൽ എന്റെ തമ്പുരാൻ എന്നെ കുറിച്ച് നിർണയിച്ചിരിക്കുന്ന തന്റെ പദ്ധതികൾ നിവർത്തിച്ചു തീരുന്നിടം വരെ തന്റെ സംരക്ഷണ വലയത്തിനകത്ത് എന്നെ പൊതിഞ്ഞു കൊണ്ട് നടക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ മണ്ണിൽ നിറവേറപ്പെടുന്നതിനു മുമ്പ് പാതി വഴിക്ക് നിന്നെ ഉടച്ചു കളയുമെന്ന് നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന, നിന്റെ ജീവനെതിരെ, നിന്റെ പ്രാണനെതിരെ വിധി പറയുന്ന ഏതെങ്കിലും ഇരുളിന്റെ ശക്തികൾ ഉണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ ഇരുളിന്റെ ശക്തിയെ അഴിഞ്ഞു മാറൂ എന്ന് ആധരം കൊണ്ട് ആത്മാവിൽ കൽപ്പിക്കാൻ കൃപ ലഭിച്ച എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഉറപ്പുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാ. അവിടെ അധികം നേരം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്ക് നിങ്ങളുടെ അകത്ത് തരേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിലേക്ക് ഞാൻ വരികയാണ്. പകലത്തെ പോലെ ഒരു ആത്മീക ദൂതിന്റെ പുറകെ പോയാൽ എനിക്ക് ആ സന്ദേശം നിങ്ങളുടെ അകത്ത് തരാൻ കഴിയില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയുന്നു, ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ പ്രാണനെതിരെ വിധി പറയുന്ന, നിന്റെ ജീവനെതിരെ വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ അധികാരങ്ങളുണ്ട്. പക്ഷെ നിനക്കൊരു കേടും വരാതെ നിന്നെ വിടുവിക്കുന്ന ദൈവശക്തി
ദൈവശക്തി, നിന്നെ വിടുവിക്കുന്ന ദൈവശക്തി, നിന്നെ കരുതുന്ന ദൈവകൃപ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ പറയുന്നു, പൗലോസിനെതിരെ 40 പേര് ആ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തത് അവനെ കൊല്ലാതെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യയില്ലെന്ന് ആ 40-ൽ പരം പേര് ഉഗ്ര ശപഥം ചെയ്തു. എന്നാൽ പൗലോസിന്റെ പെങ്ങളുടെ മകൻ അത് സഹസ്രാധിപനോട് ചെന്ന് പറഞ്ഞു. അന്ന് രാത്രി സഹസ്രാധിപൻ പൗലോസിനെ യെരൂശലേമിൽ നിന്ന് കൈസരിയിലേക്ക് മാറ്റിയതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അറിയാതെ നിന്റെ ജീവനെതിരെ വെല്ലുവിളിക്കുന്ന, നിന്റെ പ്രാണനെതിരെ വിധി പറയുന്ന ചില ഇരുളിന്റെ അധികാരങ്ങൾ ഈ രാത്രി വഴിമാറുന്ന രാത്രിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അധരം കൊണ്ട് അങ്ങനെ കൽപ്പിക്കാൻ അഭിഷേകമുള്ള എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിനക്കെതിരെ ഇരുളിന്റെ ശക്തികൾ ഉണ്ടാക്കിയ ചില പദ്ധതികളെ ഇന്ന് രാത്രി ആത്മാവ് അഴിച്ചു മാറ്റുകയാണ്. എന്തോ പരിശുദ്ധാത്മാവ് അവിടെ എന്നെ നിർത്തുന്നത് കൊണ്ട്, ആ ദൈവിക ദൂതുകൾ പറയാതെ എനിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ നിന്നു പറയുന്നു. നാം അറിയാതെ നമുക്കെതിരെ പദ്ധതികൾ തയ്യാറാക്കുന്ന ചില ഇരുളിന്റെ ശക്തികൾ ഉണ്ട്. എന്നാൽ ആ പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് നിർവീര്യമാക്കിയാൽ, ദൈവാത്മാവിനോട് ദൂത് വചനത്തിലൂടെ പറയുന്നു. കാരണം വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് തരുന്ന വെളിപ്പാട് പറയുന്നതാണ് എനിക്കിഷ്ടം. ഈ യാക്കോബ് അമ്മാച്ചന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയാണ്. മടങ്ങിപ്പോകുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടുന്നുണ്ട്, ആ കാലിന്റെ വേഗത കുറയുന്നുണ്ട്. എന്താ ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടാൻ കാരണമെന്നറിയാമോ? കാലിന്റെ വേഗത കുറയാൻ കാരണമെന്നറിയാമോ? 20 വർഷങ്ങൾക്ക് പിറകിൽ അവന്റെ ചെവിയിൽ മുഴങ്ങിയ ശബ്ദം ഇപ്പൊ ഭയമായി അവനിൽ വേട്ടയാടുകയാണ്. യേശാവ് പറഞ്ഞൊരു പദം എന്താ? ഞാൻ നിന്നെ കൊല്ലും. അപ്പൊ യേശാവിനെ യാക്കോബിന് അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. റിബേക്ക യാക്കോബിനെ അമ്മാച്ചന്റെ വീട്ടിലേക്ക്, അവളുടെ ആങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ യാക്കോബിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യാക്കോബേ നീ ഇപ്പൊ എന്റെ ആങ്ങളയുടെ വീട്ടിലേക്ക് പോ. യേശാവിന്റെ കോപം മാറിയ ശേഷം ഞാൻ നിന്നെ ആളയച്ചു വിളിപ്പിക്കാം. അപ്പൊ 20 വർഷമായി അമ്മ അയച്ച ആള് വന്നില്ല. ശ്രദ്ധിക്കുക, 20 വർഷമായി യാക്കോബ് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ആര് വരുന്നുണ്ടോ? അമ്മ അയച്ച ആള് വരുന്നുണ്ടോ? പക്ഷെ ആള് വന്നില്ല. ദൈവം പറഞ്ഞു, ഇവിടെ താമസിച്ചത് മതി, നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ദൈവശബ്ദം കേട്ട് യാക്കോബ് പോകുമ്പോ അകത്തൊരു ചിന്തയുണ്ട്, ഏശാവിന്റെ കോപം മാറിയിട്ടില്ല. ഏശാവിന്റെ പ്രതികരണം എന്താകും? ഏശാവിനെ എങ്ങനെ അഭിമുഖീകരിക്കും? അവൻ പറഞ്ഞ പദം ഇങ്ങനെ ഇടിമുഴക്കം പോലെ കേൾക്കുകയാണ്, ഞാൻ നിന്നെ കൊല്ലും. അപ്പൊ യേശാവിനെ അഭിമുഖീകരിക്കേണ്ടി വരും. അവൻ ഉപദ്രവിക്കും, അവൻ കൊല്ലും. ഈ ചിന്ത യാക്കോബിനെ വേട്ടയാടുകയാണ്. അപ്പൊ യാക്കോബിന് അറിയാവുന്ന പ്രതിസന്ധി ആ യേശാവെന്ന പ്രതിസന്ധിയാണ്. പക്ഷേ യാക്കോബിന് അറിയാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി യാക്കോബിന്റെ പിറകെ വരുന്നുണ്ട്. ഏതാണ് ആ പ്രതിസന്ധി എന്നറിയാമോ? യാക്കോബ് പോയി 3-ാമത്തെ ദിവസമാണ് ഈ ലാബാൻ അറിയുന്നത് യാക്കോബ് പോയെന്ന്. ആളും ആരവാരവുമായി യാക്കോബിനെ പിടിച്ചു കെട്ടാൻ ലാബാൻ പിറകെ വരികയാ. 6-ാമത്തെ ദിവസം ഗിലെയാദ് പർവ്വതത്തിൽ വെച്ച് ലാബാന് യാക്കോബിനെ കൈയെത്താവുന്ന ദൂരത്ത് കിട്ടി. ഒരു മല, ഗിലെയാദ് പർവ്വതം, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ലാബാനും യാക്കോബും. പക്ഷെ അന്നു രാത്രി ദൈവം ലാബാനോട് സ്വപ്നത്തിൽ ഇടപെട്ടു. എന്താ ഇടപെട്ടെന്നറിയാമോ? എന്റെ ദാസനായ യാക്കോബിനോട് നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്തു പോകരുത്. പിറ്റേ പ്രഭാതത്തിൽ ലാബാൻ യാക്കോബിനോട് പറയുക, നീ എന്നെ വിദഗ്ധമായി കബളിപ്പിച്ചു പോന്നൊന്നും നീ ചിന്തിക്കണ്ട. നിന്നെ പിടിച്ചു കെട്ടാനുള്ള ശേഷി എനിക്കുണ്ട്, അതിനുള്ള ആളെനിക്കുണ്ട്. അതിനുവേണ്ടി തന്നെ ഞാൻ വന്നത്. പക്ഷെ കഴിഞ്ഞ രാത്രി നിന്റെ പിതാവിന്റെ ദൈവം എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? നിനക്കെതിരെ ഒരു ദോഷവും ചെയ്തു പോകരുതെന്ന്. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വചനത്തിന്റെ ദൂത്
പ്രവചനമായി വിളിച്ചു പറയുക, നീ അറിയാതെ നിന്നെ തകർത്ത് കളയാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ, നിനക്കെതിരെ പാഞ്ഞെടുക്കുന്ന അന്ധകാര ദുഷ്ടശക്തി ഉണ്ടെങ്കിൽ ദൈവ ശബ്ദം ഈ രാത്രി മുഴങ്ങുന്നു. നിന്നോട് അടുക്കാൻ പാടില്ല, നിനക്കെതിരെ ഒരു ദോഷവും ചെയ്യാൻ പാടില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഈ സന്ദേശം പ്രസംഗിക്കുന്ന എനിക്കെതിരെയോ ഈ സന്ദേശം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട ദൈവജനത്തിനെതിരെയോ ഞങ്ങൾ അറിയാതെ അദൃശ്യ മണ്ഡലത്തിൽ തന്ത്രങ്ങൾ മെനയുന്ന ഇരുളിന്റെ ശക്തികൾ ഉണ്ടെങ്കിൽ ഞങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയാൽ അധികാരത്തോടെ ഞങ്ങൾ കൽപ്പിക്കുന്നു, ആ ഇരുളിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. അഭിഷേകത്തോടെ സ്തോത്രം പറയാൻ ഇന്ന് രാത്രി മനസ്സുള്ള ദൈവമക്കൾ കരമടിച്ചൊരു 30 സെക്കൻഡ് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് ഈ രാത്രി ശക്തമായി ചിലരോട് വചനത്തിന്റെ പ്രവചന ദൂത് പറയുക. നീ അറിയാതെ നിനക്കെതിരെ തന്ത്രം മെനയുന്ന, നിന്റെ പ്രാണനെതിരെ, നിന്റെ ജീവനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന ഇരുളിന്റെ അധികാരങ്ങളെ ഇന്ന് രാത്രി വചനത്താൽ പരിശുദ്ധാത്മാവ് ശാസിക്കുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. എത്ര പേർക്ക് വിശ്വാസത്താൽ സ്തോത്രം ചെയ്യാൻ മനസ്സുണ്ട്? അബ്രഹാമേ, ഭയപ്പെടണ്ട. എന്തുകൊണ്ട് ഭയപ്പെടണ്ട? ഞാനാ നിന്റെ പരിച. മൂന്നാമത്തെ പദപ്രയോഗം, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. എന്താ അങ്ങനെ അതിമഹത്തായ പ്രതിഫലം എന്ന് പറയാൻ കാരണം? അവിടെ ഞാൻ ഒരു അല്പസമയം ഒന്ന് നിൽക്കും, ഒരു പ്രബോധനം പറയും. 14-ാം അധ്യായത്തിലെ യുദ്ധം കഴിഞ്ഞ് അബ്രഹാം ഇങ്ങനെ മടങ്ങി വരുമ്പോഴുണ്ടല്ലോ, സോദോം രാജാവ് വക്രബുദ്ധിക്കാരനാ, കുശാഗ്ര ബുദ്ധിക്കാരനാ. സോദോം രാജാവ് എന്താ ചിന്തിച്ചെന്നറിയാമോ? അബ്രഹാം തന്റെ 318 അഭ്യാസികളുടെ അഭ്യാസ മുറകൾ കൊണ്ട്, കായിക ശേഷി കൊണ്ട് ഈ 4 രാജാക്കന്മാരെ തോൽപ്പിച്ചെന്ന്. അപ്പൊ ഈ 318 അഭ്യാസികളെ കിട്ടിയാൽ ഇതുപോലത്തെ 4 അല്ല 40 രാജാക്കന്മാരെ വേണമെങ്കിൽ തോൽപ്പിക്കുക. ആ തന്ത്രത്തിൽ ആ അബ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് പറയുക, സമ്പത്തെല്ലാം നിനക്ക് തരാം, ഒരു കാര്യം ചെയ്യാമോ, ഈ 318 അഭ്യാസികളെ ഇങ്ങോട്ട് തരാമോ? പക്ഷെ സോദോം രാജാവിന് ഇല്ലാതിരുന്നൊരു വെളിപ്പാട് ശാലേം രാജാവായ മൽക്കീസദേക്കിനുണ്ടായിരുന്നു. അല്പം അഹങ്കാരത്തിൽ, എന്റെ ഭാഷ പറയുകയാണ്, ഈ 4 രാജാക്കന്മാരെ, പ്രബലരായ 4 രാജാക്കന്മാരെ ഒക്കെ തോൽപ്പിച്ച് അബ്രഹാം നെഞ്ചു വിരിച്ച് ഇങ്ങനെ വരികയല്ലേ. വരുമ്പോ ദൈവം മൽക്കീസദേക്കിലൂടെ ഇടപെടുന്ന ഒരു ഇടപാടുണ്ട്. അവിടെ മൽക്കീസദേക്ക് പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ, ഒന്ന് സ്തോത്രം ചെയ്ത് വേണം അടുത്തത് പറയാൻ, ഏൽപ്പിച്ചു തന്ന ദൈവം. അബ്രഹാമേ, നിന്റെ 318 കൊണ്ട് നീ 4 രാജാക്കന്മാരെ തോൽപ്പിച്ചതല്ല, വെട്ടിപ്പിടിച്ചതുമല്ല. നിന്റെ 318 ആ 4 രാജാക്കന്മാരുടെയോ അവരുടെ സുശക്തമായ സൈന്യത്തിന്റെയോ മുമ്പിൽ ഒന്നുമല്ലായിരുന്നു. പക്ഷെ നിന്നോട് കരുണയുള്ള ദൈവം നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നതാ. ഇന്ന് രാത്രി അധരം തുറന്ന് സ്തോത്രം ചെയ്തൊന്ന് പറ, കർത്താവേ, ഞാൻ വെയിൽസിലെ ഈ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഈ കസാരയിൽ ഇരിക്കുമ്പോ എന്റെ കഴിവ് കൊണ്ടോ, എന്റെ മിടുക്ക് കൊണ്ടോ, എന്റെ സാമർഥ്യം കൊണ്ടോ, എന്റെ വിദ്യാഭ്യാസം കൊണ്ടോ, എന്റെ വൈദഗ്ധ്യം കൊണ്ടോ ഇവിടെ എത്തിയതല്ല. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏറ്റേറ്റുപാടുവാൻ അവസരം തന്ന ദൈവത്തോട് നന്ദി പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. എന്റെ പ്രിയരെ, എല്ലായ്പ്പോഴും ഈ ചിന്തയുണ്ടാകണം കേട്ടോ. വന്നതല്ലേ ഉള്ളൂ, വീടൊക്കെ കിട്ടുന്നിടം വരെ, സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നിടം വരെ, തൽക്കാലത്തേക്കിനുണ്ടാകുന്നതാകരുത് ദൈവത്തോടുള്ള നന്ദി. ജീവാവസാനം വരെ നടത്തിയ ദൈവത്തെ മറക്കരുതേ, കരുതിയ ദൈവത്തെ മറക്കരുതേ. അതിനൊരു നല്ല മനസ്സെനിക്ക് തരണമെന്ന് പറയാൻ എത്ര പേരിന്ന് രാത്രി എന്റെ കൂടെയുണ്ട്. ഒരു വടിയോടുകൂടിയാ യാക്കോബ് അമ്മാച്ചന്റെ വീട്ടിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോ ദൈവത്തോട് പറയുന്നത്, ഞാൻ ഈ ഒരു വടിയോടുകൂടെയല്ലോ
ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ നീ എന്നെ രണ്ടു കൂട്ടമാക്കി തീർത്തിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ എന്നെ ത്രസിപ്പിച്ചൊരു ചിന്ത തിരുവഴുത്തിലുണ്ട്. യാക്കോബിന്റെ മരണം പറയുന്നുണ്ട്. യാക്കോബിന്റെ മരണം പറയുമ്പോൾ എങ്ങനെയാ പറയുന്നതെന്നറിയാമോ? തന്റെ വടിയുടെ അറ്റത്ത് നമസ്കരിച്ച്, ഹല്ലേലൂയ, തന്റെ വടിയുടെ അറ്റത്ത് നമസ്കരിച്ച്. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി നല്ല ആമേൻ എന്ന് പറയാം. പോരാ, ശബ്ദമുയർത്തി സന്തോഷത്തോടെ. തന്റെ വടിയുടെ അറ്റത്ത് നമസ്കരിച്ച് കാലെടുത്ത് കട്ടിലിൽ വെച്ച് പ്രാണനെ വെടിഞ്ഞു. ഒന്നുകൂടെ പറയാം, മരണം വരെ ആ വടി യാക്കോബിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നലകളിൽ നടത്തിയ ദൈവത്തെ, ഇന്നലകളിൽ കരുതിയ ദൈവത്തെ, ഏതു നിലകളിൽ നിന്നാണ് ഇന്ന് ഈ വിദേശ രാജ്യത്തിന്റെ നന്മ അനുഭവിക്കുമ്പോൾ, എന്റെ മകൻ ഈ രാജ്യത്തിന്റെ രണ്ടാമനായി കഴിയുമ്പോൾ, ഒരു കാലത്ത് ജ്യേഷ്ഠനെ പേടിച്ച് അപ്പന്റെ വീട്ടിൽ നിന്ന് ഓടി ലൂസിൽ കിടന്ന് തളർന്ന് കാട്ടുകല്ല് തലയണയായി വെച്ച നാളുകളൊക്കെ ഞാൻ ഓർക്കുന്നു. പക്ഷെ ഇന്ന് രഥത്തേൽ സഞ്ചരിക്കാൻ, ഈ മിസ്രൈമിന്റെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് എല്ലാ നന്മകളും അനുഭവിപ്പാൻ അവസരം കിട്ടപ്പെടുമ്പോഴും ഇന്ന് രാത്രി ഞാൻ പറയാം, വടി യാക്കോബിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താ അതിന്റെ അർത്ഥം? ഇന്നലകളിൽ നടത്തിയ ദൈവത്തെ, ഇന്നലകളിൽ കരുതിയ ദൈവത്തെ, എന്നെ എവിടെ നിന്നാണ് കരുതിയത്, എന്നെ എവിടെ നിന്നാണ് ഉയർത്തിയത് എന്ന ചിന്ത എപ്പോഴും യാക്കോബിനെ ഭരിച്ചതുപോലെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, ദൈവമേ, അങ്ങ് എത്ര ഉയർത്തിയാലും, അങ്ങ് എത്ര മാനിച്ചാലും, അങ്ങ് എത്ര നന്മ തന്നാലും, ദൈവം നടത്തിയ വഴികളെ മറക്കാതെ എന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും എന്നെ കുഴിച്ചെടുത്ത ഘനീഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കി എപ്പോഴും ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സു തരണമെന്ന് പറയാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമിനോട് മൽക്കിസദേക്കിലൂടെ ദൈവം ഇടപെടുകയോ, ഞാനൊന്നും വെട്ടിപ്പിടിച്ചതല്ല, നിന്റെ ശത്രുക്കളെ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നതാണ്. അപ്പൊ സോദൻ രാജാവിന് ആ വെളിപ്പാടില്ല. 318 കിട്ടിയ നല്ല കാര്യം, അവരെ കൊണ്ട് ധാരാളം രാജ്യങ്ങളെ പരാജയപ്പെടുത്തി അവർക്ക് ഒരു വലിയ സൈനിക ശക്തിയായി മാറുക. അപ്പൊ ഓഫർ അബ്രഹാമിന്റെ മുമ്പിൽ വെക്കുക, 318 ഇങ്ങോട്ട് താ, സമ്പത്തെല്ലാം നിനക്ക് തരാ. ഉടനെ അബ്രഹാം പറയാടേ, നീ എന്നെ ധനവാനാക്കി എന്ന് പറയാതിരിക്കാൻ നിന്റെ കയ്യിൽ നിന്നൊരു ചെരുപ്പിന്റെ വാറ് പോലും ഞാൻ വാങ്ങില്ല. ഒന്നും രണ്ടുമല്ല, കോടികളുടെ ഓഫർ അബ്രഹാമിന്റെ കൈവെള്ളെ കൊണ്ടുവയ്ക്കുമ്പോ തമ്പുരാനെ പ്രതി അത് വേണ്ടെന്ന് വെച്ച് ആ ദൈവ മനുഷ്യൻ തന്റെ കൂടാരത്തിൽ വന്നിരിക്കുമ്പോ അബ്രഹാമിന്റെ അടുക്കൽ ദർശനത്തിൽ വന്ന് ദൈവം പറയുക, എന്നെ പ്രതിയാണോ സോദോം രാജാവിന്റെ കോടികൾ നീ വേണ്ടെന്ന് വെച്ചത്? എന്നാൽ എഴുതി വെച്ചോ, ഞാൻ ആർക്കും കടക്കാരനല്ല, ഞാൻ ആർക്കും ബാധ്യതയല്ല, ഞാനാ നിന്റെ ആദ്യം മഹത്തായ പ്രതിഫലം. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ പറയാൻ ചങ്കൂറ്റമുണ്ട്? വചനത്തിന്റെ ദൂത് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചു പറയുന്നു. വളഞ്ഞ വഴികളിലൂടെയും ദൈവത്തെയും മനസാക്ഷിയെയും പ്രമാണത്തെയും വഞ്ചിച്ചും ബലി കഴിച്ചും ഈ ഭൂമിയിൽ ഒന്നും നേടാൻ പോകണ്ട. തമ്പുരാന് വേണ്ടി നിന്നാൽ, പ്രമാണത്തിന് വേണ്ടി നിന്നാൽ, വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ, നീ അറിയാത്ത വഴികളിലൂടെ, നീ പ്രതീക്ഷിക്കാത്ത മുഖാന്തരങ്ങളിലൂടെ നിന്നെ നടത്താൻ, നിനക്ക് വേണ്ടി കരുതാൻ, നിന്റെ തലമുറകളെ പുലർത്താൻ ഇന്ന് രാത്രി ഉയരത്തിലൊരു ദൈവം ഉണ്ട്. എത്ര പേർക്ക് ചങ്കൂറ്റത്തോട് ആമേൻ പറയാൻ ഈ രാത്രി മനസ്സുണ്ട്? അവരുടെ കരം മാത്രം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ശബ്ദവും കരവും ഉയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഈ രാത്രി ഞാൻ ചില പ്രബോധനങ്ങൾ നിങ്ങളോട് പറയും. പ്രിയരെ, ഇന്ന് രാത്രി എങ്ങനെയും പണം സമ്പാദിക്കുക, എങ്ങനെയും ധനവാന്മാരാകുക, മറ്റുള്ളവരുടെ മുമ്പിൽ സാമ്പത്തികമായി മെച്ചപ്പെടുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് മനുഷ്യരുടെ അകത്തുള്ളത്. അതിനേതു വളഞ്ഞ വഴികളിലൂടെയും ആരെയും ചതിച്ചും ആരെയും വഞ്ചിച്ചും എങ്ങനെയും പണം സമ്പാദിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മനുഷ്യൻ പരക്കം പായുമ്പോൾ കൃപ ലഭിച്ച ദൈവമൈതലേ, അതിന്റെ പിറകെ പോകരുതേ. ധാരാളിത്തത്തിന് ധാരാളം വേണ്ട. എന്റെ ദൈവം എനിക്ക് ആവശ്യത്തിന് തരും, അതെനിക്ക് മതി. ഇന്ന് രാത്രി ഞാൻ അടിവരയിട്ട് പറയുന്നു, ദൈവം തന്നാലേ അനുഭവിക്കാൻ കഴിയൂ.
എത്ര പേർക്ക് ചങ്കൂറ്റത്തോടെ ആമേൻ പറയാൻ കഴിയും? ദൈവം തന്നാലേ അനുഭവിക്കാൻ കഴിയൂ. 2 ഉദാഹരണങ്ങൾ ഞാൻ തിരുവെഴുത്തിൽ നിന്ന് പറയാം കേട്ടോ. ഇയ്യോബിന്റെ കാര്യം നമുക്കറിയാം. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത എല്ലാം ഇയ്യോബിനുണ്ടായിരുന്നു. നഷ്ടപ്പെടാൻ വേണ്ടി വന്നത് ചില മണിക്കൂറുകൾ മാത്രമാ. കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നവന് ഇപ്പൊ സ്വന്തമെന്ന് പറയാൻ ഒരു ഓട്ട് കഷണം മാത്രമേ ഉള്ളൂ. മറക്കല്ലേ, കോടികളുടെ ആസ്തിയുള്ളവനെ ഒരു ഓട്ട് കഷണം മാത്രമുള്ളവനാക്കാൻ എന്റെ തമ്പുരാനെ കൊണ്ട് കഴിയും. മറുസൈഡ് ഞാൻ പറയാം, ഒരു ഓട്ട് കഷണം മാത്രമുള്ളവനെ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയുള്ളവനാക്കാനും എന്റെ ദൈവത്തെ കൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരുടെ തലയിൽ കൈവച്ച് ദൈവാലോചന കൈമാറുന്നു. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ വ്യാകുലപ്പെടണ്ട. നഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചമായ ചില തലത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ അതിശക്തമായി ചിലരോട് ദൈവിക ദൂത് സംസാരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്തുണ്ടല്ലോ, നിറയെ ഇലയുള്ള ഒരു പച്ച അത്തിമരത്തെ കണ്ടു. ഫലം അന്വേഷിച്ചു ചെന്നു. പക്ഷെ ഫലമില്ലായകയാൽ മിശിഹാ തമ്പുരാൻ അതിനെ ശപിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞു. ശിഷ്യന്മാർ അതുവഴി പോയപ്പോൾ അവര് കണ്ടു ആ അത്തി വേരു സഹിതം ഉണങ്ങിപ്പോയി. 24 മണിക്കൂർ മതി ഒരു പച്ച അത്തി വേരു സഹിതം ഉണങ്ങാൻ. എന്നാൽ പഴയ നിയമത്തിലുണ്ടല്ലോ, അഭിഷക്തന്മാർക്കെതിരെ ജനം പിറുപിറുത്തു. ദൈവം പറഞ്ഞു, പിറുപിറുപ്പ് ഞാൻ നിർത്താം, ഓരോ ഗോത്രക്കാരനും ഓരോ വടി കൊണ്ടുവരാൻ പറഞ്ഞു. 12 ഗോത്രങ്ങൾ അല്ലേ, രൂബേൻ മുതലുള്ള ഓരോ ഗോത്രക്കാരും ഓരോ വടിയുമായി വന്നു. ദൈവം പറഞ്ഞു, അതിൽ ലേവി ഗോത്രക്കാരന്റെ വടിയുണ്ടല്ലോ, അതിൽ അഹരോന്റെ പേരെഴുതാൻ പറഞ്ഞു. വടി 12 കർത്തൃസന്നിധിയിൽ വെച്ചു. 24 മണിക്കൂർ കഴിഞ്ഞു. വടി ഓരോന്നും പുറത്തെടുത്തപ്പോ 11 വടി വച്ചതുപോലിരിപ്പുണ്ട്. എന്നാൽ ലേവി ഗോത്രക്കാരന്റെ അഹരോന്റെ പേരെഴുതിയ വടി അത് തളിർത്തു, അത് പൂത്തു, അതിന്റെ അകത്ത് ബദാം ഫലം കായ്ച്ചു. 24 മണിക്കൂർ കൊണ്ട് ഒരു പച്ച അത്തിയെ വേരു സഹിതം ഉണക്കാനും 24 മണിക്കൂർ കൊണ്ട് ഒരു വെറും വടിയെ തളിർപ്പിക്കാനും അതിൽ പൂ പിടിപ്പിക്കാനും തീർന്നില്ല, അതിൽ ബദാം ഫലം കായ്പിക്കാനും എന്റെ ദൈവത്തെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, സകലവും നിനക്ക് ധാരാളം അനുഭവിപ്പാൻ അവസരം തരുന്ന എന്റെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ചിന്ത നമ്മുടെ തലച്ചോറിനകത്തല്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് എഴുതട്ടെ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഹല്ലേലൂയ. ധനവാനാകാൻ ബന്ധപ്പെടരുത്. ഏതു നിലയിലും പണം സമ്പാദിക്കാൻ വിശുദ്ധന്മാർ വിശുദ്ധമതികൾ പോകരുത്. പ്രമാണത്തിൽ നിൽക്കുക, മനസാക്ഷിയിൽ നിൽക്കുക, ദൈവത്തിന് വേണ്ടി നിൽക്കുക. ദൈവം തരുന്നത് നമുക്ക് മതി. ചങ്കൂറ്റത്തോടാമേ പറയാവോ? ഒന്നുകൂടെ ആവർത്തിച്ച് പറയുക. ദൈവം തന്നാലേ അനുഭവിക്കാൻ പറ്റൂ. ദൈവം തരും. ഇസ്രായേൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ ദൈവം പറഞ്ഞു, ഓരോ ദിവസവും ഓരോ ഇടം കഴി മന തരാം. പക്ഷെ ചിലരെ കൂടുതൽ പിറക്കി പിറ്റേ ദിവസത്തേക്ക് ശേഷിപ്പിക്കണമെന്ന് പറഞ്ഞു. പിറ്റേ നാളത്തേക്കിന് ശേഷിപ്പിച്ചത് പുഴുത്തു. നല്ല ആമേൻ പറ. ദൈവം പറഞ്ഞു മിച്ചം വെക്കരുതെന്ന്, മിച്ചം വെച്ചു, പുഴുത്തു. അപ്പൊ ഒരു രാത്രിയുടെ ആയുസില്ലാത്ത സാധനമാണ് മന്ന. ഒരു രാത്രി കഴിഞ്ഞാൽ ചീഞ്ഞു നാറുന്ന സാധന മന്ന. പക്ഷെ 6-ാം ദിവസം ദൈവം പറഞ്ഞു, നാളെ പെറുക്കാൻ പോകണ്ട, നാളത്തേക്കിനുള്ളതും കൂടെ ഇന്ന് തരാം. 6-ാം ദിവസം 7-ാം ദിവസത്തേക്കിനുള്ളതും കൂടെ ദൈവം കൊടുത്തു. അവരത് സൂക്ഷിച്ചു വെച്ചു. അത് ചീഞ്ഞില്ല, അത് നാറിയില്ല. മനസ്സിലാകുന്നുണ്ടോ? അവരായി വെട്ടിപ്പിടിച്ചതും അവരായി സൂക്ഷിച്ചതും ചീഞ്ഞു നാറി
പക്ഷെ ദൈവമായി മിച്ചം കൊടുത്തത്, ദൈവമായി അനുഭവിക്കാൻ കൊടുത്തത്, അത് ചീഞ്ഞില്ല, അത് നാറിയില്ല. ഇന്ന് രാത്രി ഞാൻ വിരൽ ചൂണ്ടി പറയുക, നാമായി എന്തെങ്കിലും ദൈവഹിതമല്ലാതെ നേടിയാൽ അത് ശാശ്വതമല്ല, അത് നിലനിൽക്കില്ല, അത് നമുക്ക് ശുഭമായിരിക്കില്ല. എന്നാൽ ദൈവം തന്നാൽ, ദൈവം അനുഗ്രഹിച്ചാൽ അത് നിനക്ക് നന്മയാണ്, അത് നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹമാണ്. ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് കരം ഉയർത്തി പിടിച്ചു പറ, ദൈവം തരുന്നതും മതി. ഈ സ്തോത്രം പോരാ, ശബ്ദമുയർത്തി കരമുയർത്തി സ്തോത്രം ചെയ്തു പറ, ദൈവം തരുന്നതും മതി. എന്തോ ഒരു ആശയം കൂടെ എന്റെ മനസ്സിലേക്ക് വരിക. ഒരു രാത്രിയുടെ ആയുസില്ലാത്ത സാധനമല്ലേ മന്ന. പക്ഷെ ദൈവം പറഞ്ഞേ, അതിലൊരൽപ്പം എടുത്ത് പാത്രത്തിലിട്ട് പെട്ടകത്തിൽ വെച്ചോളാൻ പറഞ്ഞു. ഒരു രാത്രിയുടെ ആയുസില്ലാത്ത മന്ന സഹസ്രാബ്ദങ്ങൾ പെട്ടകത്തിനകത്തിരുന്നിട്ടും അതിനൊരു കുഴപ്പവും പറ്റിയില്ല. ഇന്ന് രാത്രി ആധാരം തുറന്ന് ദൈവമക്കൾ ഒരുമിച്ച് പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് തന്ന നന്മ എനിക്ക് അനുഭവിക്കാനുള്ളതാ, എൻ്റെ തലമുറയ്ക്ക് അനുഭവിക്കാനുള്ളതാ. അതിനെ തകർക്കാൻ ഒരു ഇരുളിന്റെ ശക്തികൾക്കും ഇന്ന് രാത്രി സാധിക്കില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ വചനം പ്രസംഗമായി മാത്രമല്ല, ഒരു ദൈവിക വിടുതലായി വ്യാപരിക്കേണ്ടതിന് ആത്മാവിൽ അധികാരത്തിന്റെ ശുശ്രൂഷ ഞാൻ ഇവിടെ നടത്തുകയാണ്. ഇന്ന് രാത്രി ദൈവം നിനക്ക് തന്ന ഭൗതിക നന്മകൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ അധികാരങ്ങളുണ്ടെങ്കിൽ ആത്മാവിൽ ദൈവമക്കൾ ഒരുമിച്ച് കൽപ്പിച്ചു പറ, എന്റെ ദൈവം എനിക്ക് തന്ന ഭൗതിക നന്മകളെ തൊടാൻ ദുഷ്ടപിശാചേ നിനക്ക് അനുവാദമില്ല. അഴിഞ്ഞു മാറാൻ അധികാരത്തോടെ കൽപ്പിക്കാൻ ആത്മാവിൽ നിയോഗമുള്ള ദൈവമക്കൾ അക്കരമടിച്ചിട്ട് 30 സെക്കൻഡ് കൂടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഏതെങ്കിലും ദൈവ പൈതലിന്റെ ഭൗതിക നന്മകൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ ശക്തികൾ ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ആ പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി അഴിയട്ടെ. വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അബ്രാമേ, ഭയപ്പെടണ്ട, ഞാനാ നിന്റെ പരിച, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഈ 3 വാക്കുകൾ ദൈവത്തിൽ നിന്ന് കേട്ടപ്പോ അബ്രാം തിരിച്ച് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ അങ്ങനെക്ക് എന്തോ തരും? ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാന്നൊക്കെ അങ്ങനോട് പറഞ്ഞില്ലേ? കാര്യമൊക്കെ ശരിയാ. അങ്ങനെക്ക് എന്തോ തരും? അടുത്തത്, എന്തോ തന്നാലും അനുഭവിക്കാൻ ആളില്ലെങ്കിൽ തന്നിട്ട് എന്നാ ഗുണം? ഞാൻ പറഞ്ഞ പരാമർശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവമേ അങ്ങനെക്ക് എന്തോ തന്നാലും അനുഭവിക്കാൻ ഈ ദമ്മേശക്കാരനായ എലിയാസർ മാത്രമേ ഉള്ളൂ. അവനാ എനിക്കുള്ള സകലതിന്റെയും അവകാശി. ഉടനെ ദൈവം അബ്രഹാമിനെ കൂടാരത്തിന് വെളിയിലോട്ട് വിളിച്ചിട്ട് പറയുക, നീ മുകളിലോട്ടൊന്ന് നോക്കിക്കേ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നീ കണ്ടോ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് തലമുറകളെ തരാം. അത് തന്നെ മനോഹരമായ ഒരു പ്രസംഗ വിഷയമാണ്. അബ്രഹാമിന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ദൈവം കൊടുത്ത തലമുറകളാര് എന്നുള്ളത് മനോഹരമായ ഒരു ചിന്തയാണ്. ഞാൻ അതിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഭാഗത്തോട് ഞാൻ വിട പറയുകയാണ്. അബ്രഹാം അത് വിശ്വസിച്ചു. ഏത് വിശ്വസിച്ചു? ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തലമുറകളെ തരാം എന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം അബ്രഹാം വിശ്വസിച്ചു. അടുത്തത് തിരുവെടുത്ത് പറയുന്നു, ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പൊ ഉൽപ്പത്തി 15 ഒന്നാമത്തെ വാഗ്ദത്തം തലമുറകളെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. രണ്ടാമത്തെ വാഗ്ദത്തം അടുത്തത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കാൻ പറയുന്നത്. ദൈവം പറയുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് തലമുറകളെ തരിക മാത്രല്ല, നീ ഭൂമിയുണ്ടല്ലോ ഞാൻ നിനക്കും നിന്റെ തലമുറകൾക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? 2 വാഗ്ദത്തം ഉൽപ്പത്തി 15 ഒന്നാമത്തെ വാഗ്ദത്തം തലമുറകളെ കുറിച്ചുള്ള വാഗ്ദത്തം, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ
ഞാൻ നിനക്ക് തലമുറകളെ തരാം. രണ്ടാമത്തെ വാഗ്ദത്തം ഇതാണ്, തലമുറകൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്കുണ്ടാകുക മാത്രമല്ല, നിനക്കും നിന്റെ തലമുറകൾക്കും ഈ ദേശം ഞാൻ ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. ഉടനെ അബ്രാം തിരിച്ച് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, അത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഏത്? എനിക്കും എന്റെ തലമുറകൾക്കും ഈ ദേശം ശാശ്വത അവകാശമായി അങ്ങ് തരാമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ എന്തോന്നിനാൽ അറിയും? അത് അവിശ്വാസമല്ല കേട്ടോ, അവിശ്വാസമല്ല, പിന്നെ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യമാണ്. എബ്രായ ലേഖകൻ 6-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല, വായിക്കേണ്ട, ശ്രദ്ധിച്ചു കേൾക്കുക. വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് കാണിക്കേണ്ടുന്നതിന് വാഗ്ദത്തങ്ങളോടുകൂടെ ദൈവം ഉറപ്പും കൊടുക്കുന്ന ദൈവമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതാണെന്ന് അധികം സ്പഷ്ടമാക്കേണ്ടുന്നതിന് ദൈവം വാഗ്ദത്തങ്ങളോടുകൂടെ എന്തും കൂടെ കൊടുക്കുന്നു? ഉറപ്പും കൂടെ കൊടുക്കുന്നു. ഞാൻ ലളിതവൽക്കരിച്ച് പറയാം, വാഗ്ദത്ത കേൾവിക്കും വാഗ്ദത്ത നിവർത്തിക്കും ഇടയ്ക്കുള്ള ഇടവേളയിൽ വാഗ്ദത്തം കേട്ടവൻ നിരാശപ്പെട്ടു പോകാതിരിക്കാൻ തന്റെ വാഗ്ദത്തം നിറവേറ്റുമെന്നതിന് ദൈവം ഉറപ്പും കൂടെ കൊടുക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്ന പദം മനസ്സിലാകുന്നുണ്ട്? ഒന്നുകൂടെ പറയാം, വാഗ്ദത്ത കേൾവിക്കും വാഗ്ദത്ത നിവർത്തിക്കും ഇടയ്ക്കുള്ള ഇടവേളയിൽ വാഗ്ദത്തം കേട്ടവൻ കുലുങ്ങിപ്പോകാതിരിക്കാൻ ദൈവം ഉറപ്പും കൊടുക്കാറുണ്ട്. വിശദീകരിക്കുന്നില്ല. അപ്പൊ അബ്രാം പറയാ, ദൈവമേ, വാഗ്ദത്തം മാത്രമല്ലല്ലോ അങ്ങയുടെ കയ്യിലുള്ളത്, അങ്ങ് വാഗ്ദത്തം നിറവേറ്റുമെന്നതിന് അങ്ങയുടെ കയ്യിൽ ഉറപ്പില്ലേ? എനിക്കിതാ ഒരു ഉറപ്പ്, അങ്ങയുടെ വാഗ്ദത്തം നിറവേറ്റുമെന്നതിന്. ഉടനെ ദൈവം പറയാം, അബ്രാമേ, നിനക്ക് വേണമല്ലേ എന്റെ വാഗ്ദത്തം ഞാൻ നിറവേറ്റുമെന്നതിന് നിനക്ക് ഉറപ്പ് വേണമല്ലേ? ഞാൻ തരാം ഉറപ്പ്. ഒരു കാര്യം ചെയ്യേ, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവ്, 3 വയസ്സുള്ള കോലാട്, 3 വയസ്സുള്ള കോലാട്ടുകൊറ്റൻ, ശ്രദ്ധിക്കുക, ഇതിനെല്ലാം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. അബ്രഹാം ഇതിനെയെല്ലാം കൊണ്ടുവന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം നാം വളരെ തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു അധ്യായമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇന്ന് രാത്രി വചനം കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് അടിസ്ഥാനപരമായി ഒരു വലിയ ചൈതന്യം വരുത്തുമെന്ന്, നമ്മുടെ ആത്മീക കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മെ സഹായിക്കും. ഈ വചനത്താൽ ഒരു വലിയ പരിവർത്തനം ചിലരുടെ അകത്ത് നടക്കുമെന്ന് ദൈവം എനിക്ക് ഉറപ്പു തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന എല്ലാവരും കരമുയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലത് നമ്മുടെ നടുവിൽ ചെയ്യാൻ ആഗ്രഹിക്കുക. വളരെ വേഗത്തിൽ വരാം. അപ്പൊ അബ്രഹാമിനോട് ദൈവം പറയുക, നിനക്ക് ഉറപ്പ് വേണമല്ലേ? ഞാൻ തരാം ഉറപ്പ്. നീ മൃഗങ്ങളെ കൊണ്ടുവാ. അബ്രഹാം ഈ മൃഗങ്ങളെ എല്ലാം കൊണ്ടുവന്നു, ഒത്ത നടുവേ പിളർത്തി. എന്തിനാ ഈ മൃഗങ്ങളെ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർത്തിയാൻ കാരണമുണ്ട്. പഴയ നിയമത്തിൽ പല നിലകളിലുള്ള ഉടമ്പടികളുണ്ട്. ഒരാൾ മറ്റൊരാളോട് ഞാൻ പറഞ്ഞ കാര്യം നിവർത്തിച്ചു തരാം എന്നതിന് ഉറപ്പുകൾ കൊടുക്കാറുണ്ട്. പല ഉടമ്പടികൾ, പല ഉറപ്പുകൾ. തിരുവചനത്തിൽ അതിന്റെ തെളിവുണ്ട്. ആ മേഖലയിലേക്ക് ഈ രാത്രി ഞാൻ പോകുന്നില്ല. എന്നാൽ രണ്ടുപേർ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ ഗൗരവത്തോടെ ചെയ്യേണ്ട ഉടമ്പടിയാണ് പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെയുള്ള ഉടമ്പടി. തിരുവചനത്തിൽ നിന്ന് തെളിവ് തരുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടുപേർ ഉടമ്പടി ചെയ്യാൻ വരുന്നു. ഉടമ്പടി ചെയ്യാൻ വരുമ്പോൾ മൃഗത്തെ ഒത്ത നടുവെ പിളർക്കുന്നു. 2 ധ്രുവങ്ങളിൽ നിന്ന് ആ പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെ അവർ വരികയും ആ പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെ ഊറി ഇറങ്ങി വന്ന രക്തത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അവര് നിയമം ചെയ്യുകയാണ്. ഈ ഉടമ്പടി, ഈ നിയമം ഞാൻ പൂർണ്ണമായി നിവർത്തിച്ചു കൊള്ളാം. ഒരു കാരണവശാലും ഈ ഉടമ്പടി ഞാൻ ലംഘിക്കില്ല, ഈ നിയമം ഞാൻ തെറ്റിക്കില്ല. അത് വൈകാരികമായി എടുത്തു ചാടി ചെയ്യേണ്ടതല്ല. വളരെ സൂക്ഷിച്ച്, വളരെ ആലോചിച്ച് ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ ഉടമ്പടി പാലിക്കാതെ പോയാൽ, ഈ നിയമം തെറ്റിച്ചാൽ
ഈ ഉടമ്പടി ചെയ്തവനെ ഈ മൃഗത്തെ പോലെ പിളർത്തിക്കളയാം, കൊന്നുകളയാം. ഞാൻ അതിനിങ്ങനെ പേര് കൊടുക്കാം, അത് ജീവനെ പണയം വെച്ചുള്ള ഉടമ്പടിയാണ്. അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ ഉടമ്പടി ചെയ്തിട്ട് അതിൽ നിന്ന് വ്യതിചലിക്കാൻ, അതിൽ നിന്നും മാറി നിൽക്കാൻ ഉടമ്പടി ചെയ്യുന്നയാൾക്ക് അനുവാദമില്ല. എന്തു വില കൊടുത്തും അത് നടത്തിയേ പറ്റൂ, അത് പാലിച്ചേ പറ്റൂ. ഏതെങ്കിലും കാരണവശാൽ ആ നിയമം പാലിക്കാതെ പോയാൽ, ആ ഉടമ്പടി ലംഘിച്ചാൽ, ഉടമ്പടി ലംഘിക്കുന്നവനെ ഈ മൃഗത്തെ പോലെ പിളർത്തിക്കളയാം, കൊന്നുകളയാം. അതാണ് ആ ഉടമ്പടിയുടെ ഗൗരവം. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കത് ഞാൻ മനസ്സിലാക്കി തരാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം, അതിന്റെ 18-19 വാക്യങ്ങൾ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, വളരെ പെട്ടെന്ന്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ആമേൻ. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എന്റെ മുൻപാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ യഹൂദാ പ്രഭുക്കന്മാരെയും യെരൂശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി നല്ല സ്തോത്രം കർത്താവിന് പറഞ്ഞ് പോരാ. ഈ സ്തോത്രം പോരാ, ശബ്ദവും കരവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. BC 606, 598, 586 ഈ 3 കാലഘട്ടങ്ങളിലാണ് ബാബിലോണ്യ പ്രവാസം നടക്കുന്നത്. അതിന് തൊട്ടു മുൻപ് യിരെമ്യാവ് അവരോട് ദൈവത്തിന്റെ ദൂത് പറയുക. ശ്രദ്ധിച്ചേ, ബാബിലോണ്യ പ്രവാസം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് യിരെമ്യാവിലൂടെ ദൈവം അവരോട് സംസാരിക്കുന്ന ദൂത്. ഞാൻ നിങ്ങളെ പ്രവാസത്തിലേക്ക് വിടാൻ പോകുകയാണ്. പ്രവാസം എന്ന ന്യായവിധി, അവരുടെ മേൽ വരാനുള്ള കാര്യകാരണങ്ങൾ എന്താണെന്ന് ദൈവം അവരെ ബോധ്യപ്പെടുത്തുന്നു. അതിൽ ഒരു കാരണം ഇതാണ്. ദൈവം ഇസ്രായേലിന് പ്രമാണം കൊടുത്തു. 6 വർഷം ഒരു എബ്രായ ദാസനെ കൊണ്ട് വേല ചെയ്യിപ്പിക്കണം. 7ാമത്തെ വർഷം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. അത് ദൈവം കൊടുത്ത പ്രമാണമാണ്. പക്ഷെ പല 6 കഴിഞ്ഞിട്ടും അവരടിമകളെ, ദാസന്മാരെ സ്വതന്ത്രരാക്കിയില്ല. പ്രവാചകനിലൂടെ ഒരു ചാട്ടുള്ളി പോലെ ദൈവം തന്റെ ദൂത് പറയുകയാണ്. നിങ്ങൾ ഈ പ്രമാണം ലംഘിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളെ പ്രവാസത്തിൽ വിടാൻ പോകുന്നു. സിദക്കിയാവാണെന്ന് രാജാവ് കേട്ടോ. അവരുടെ ഇടയിൽ ഒരു മാനസാന്തരമുണ്ടായി, ഒരു ഉണർവുണ്ടായപ്പോൾ, മാനസാന്തരമുണ്ടായപ്പോൾ അവരെന്താ ചെയ്തെന്നറിയാമോ? ഈ അടിമകളെ എല്ലാവരെയും സ്വതന്ത്രരാക്കി. ആ ഉണർവിന്റെ പാരമ്യത്തിൽ അവർ നിന്നപ്പോ, അവർക്ക് ദൈവത്തോട് സ്നേഹവും കൂറുമുണ്ടായപ്പോ സ്വതന്ത്രരാക്കി. കൊണ്ട് തീർന്നില്ല. അവർ ദൈവാലയത്തിൽ വന്നു. ദൈവാലയത്തിൽ വന്നിട്ട് കാളക്കിടാവിനെ ഒത്ത നടുവേ പിളർന്നു. നമ്മുടെ ആശയത്തിലേക്ക് വരണേ. കാളക്കിടാവിനെ ഒത്ത നടുവേ പിളർത്തിയിട്ട് ആ പിളർത്തപ്പെട്ട കാളക്കിടാവിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി അവർ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു. ദൈവമേ, 6 വർഷമായിട്ടും ഞങ്ങൾ അടിമകളെ സ്വതന്ത്രരാക്കിയില്ല. പല കൊല്ലങ്ങൾ ഞങ്ങളത് തിരസ്കരിച്ചു. ആ നിയമം ഞങ്ങൾ തെറ്റിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു. ഞങ്ങൾ മടങ്ങി വരുന്നു. ഞങ്ങൾ അനുദപിക്കുന്നു. ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ മാറ്റിക്കളയണമേ. ഞങ്ങൾ അങ്ങയോട് ഈ ഉടലിന്റെ നടുവിലൂടെ പോയി നിയമം ചെയ്യുന്നു. ഇനി ഒരിക്കലും ഞങ്ങൾ ഈ തെറ്റാവർത്തിക്കില്ല. ഇനി ഒരിക്കലും ഞങ്ങളത് ചെയ്യില്ല. അങ്ങനെ കാളക്കിടാവിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി ദൈവത്തോട് അവർ ഉടമ്പടിയൊക്കെ ചെയ്തു. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാ അവർക്ക് തോന്നിയത് അത് വേണ്ടായിരുന്നു എന്ന്. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിട്ടു കഴിഞ്ഞപ്പോഴല്ലേ ഫറവോന് തോന്നിയത് മടയത്തരമായി പോയെന്ന്. ഇതുപോലെ ഇവർക്കും തോന്നി അടിമകളെ സ്വതന്ത്രരാക്കണ്ടായിരുന്നു, അത് മടയത്തരമായി പോയി. അവരെന്ത് ചെയ്തെന്നറിയാമോ? സ്വതന്ത്രരാക്കിയവരെ മുഴുവൻ വീണ്ടും അടിമകളാക്കി മാറ്റി. ഉടനെ ദൈവം തന്റെ പ്രവാചകനിലൂടെ പറയുക, കാളക്കിടാവിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി ഞാനുമായി നിയമം ചെയ്ത് ആ നിയമം ലംഘിച്ചവരെ ഇനി എക്സ്ക്യൂസ് ഇല്ല, ഇനി ഭേദഗതിയില്ല. നിങ്ങളോട് ഇനി ഞാൻ പൊറുക്കില്ല. ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ശിക്ഷയല്ലാതെ വേറെ ഒന്നും ഇനി നിങ്ങളുടെ മുമ്പിലില്ല. അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായോ? പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി ഒരു നിയമം ചെയ്തിട്ട്, ഉടമ്പടി ചെയ്തിട്ട് അത് ലംഘിച്ചാൽ, ലംഘിക്കുന്നവന് ശിക്ഷയുണ്ടെങ്കിൽ, ആ നിയമത്തിന് അഴിവില്ലെങ്കിൽ അതിന് ഭേദഗതി
ഗതിയില്ലെങ്കിൽ. വചനത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? അബ്രാം ദൈവത്തോട് പറയുക, ദൈവമേ, എനിക്കും എൻ്റെ തലമുറകൾക്കും ഈ ദേശം അങ്ങ് അവകാശമായി തരാമെന്ന് പറഞ്ഞില്ലേ, അതിനൊരു ഉറപ്പുതാ. ദൈവം പറയുക, ഉറപ്പ് തരാ, നീ മൃഗങ്ങളെ എല്ലാം കൂടെ കൊണ്ടുവന്ന് പിളർക്ക്. അബ്രഹാം മൃഗത്തെ പിളർന്നു. രണ്ടുപേരും കൂടെ അല്ലേ ഉടമ്പടി ചെയ്യുന്നത്. പക്ഷെ മറു സൈഡിൽ അബ്രഹാം ബോധം കെട്ടുറങ്ങുമ്പോൾ എന്നെ ത്രസിപ്പിച്ചൊരു വേദഭാഗം ഉൽപ്പത്തി 15 ആ പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെ ഒരു കത്തുന്ന പന്തം പോയി. ആരാ കത്തുന്ന പന്തം? അതാ അത്യുന്നതനായ ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ ദൈവം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം പറയാ. അബ്രാമേ, നിനക്ക് വേണമല്ലേ, ഉറപ്പ് വേണമല്ലേ, ഞാൻ എൻ്റെ വാഗ്ദത്തം നിറവേറ്റുമെന്നതിന് നിനക്കും നിന്റെ തലമുറകൾക്കും ഈ ദേശം ശാശ്വത അവകാശമായി ഞാൻ തരുമെന്നതിന് നിനക്കൊരു ഉറപ്പ് വേണമല്ലേ? തരാൻ ഞാൻ ഉറപ്പ്. മൃഗത്തെ കൊണ്ടുവന്ന് പിളർക്ക്. ആ മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെ എൻ്റെ ദൈവം കടന്നുപോയി അബ്രാമിനോട് നിയമം ചെയ്യുക. എന്താ അതിന്റെ അർത്ഥം? ഈ നിയമം ലംഘിക്കുന്നവനെ ഈ മൃഗത്തെ പോലെ കൊന്നുകളയാമെന്നാണെങ്കിൽ എൻ്റെ വാഗ്ദത്തം ഞാൻ നിറവേറ്റുമെന്നതിന് നിനക്ക് എനിക്ക് തരാനുള്ള വാഗ്ദത്തം എൻ്റെ ജീവനാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടല്ലോ, നിന്നോടുള്ള ദൈവ ശബ്ദമുണ്ടല്ലോ, അത് വെറും കളിയല്ല കേട്ടോ, അത് വെറും തമാശല്ല കേട്ടോ. എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഗൗരവമുള്ളതാണ്. എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്നും എന്റെ ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. ശലോമോൻ പറയുന്നത് പോലെ തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. നിന്നോട് വാഗ്ദത്തം പറയാൻ ദൈവത്തിനൊരു നാവ് മാത്രമല്ല, അതരം കൊണ്ട് പറഞ്ഞത് നിവർത്തിക്കാൻ അവനൊരു തൃക്കൈയുമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ അക്കരമടിച്ചാധരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് ആരാധന അർപ്പിക്കുക. ഗ്ലോറി ഗ്ലോറി. ഒരു 30 സെക്കൻഡ് കരമടിച്ച് ഇന്ന് രാത്രി ദൈവമക്കൾ സ്തോത്രം ചെയ്ത് ഇന്നലകളിൽ ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള പല വാഗ്ദത്തങ്ങളും ഇന്ന് രാത്രി നിന്റെ മനസ്സിലേക്ക് ഓടി വരട്ടെ. ആ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറ്റാൻ എന്റെ ദൈവം വിശ്വസ്തൻ. എന്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. ദൈവത്തെ നമ്മൾ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാറുണ്ടോ? ദൈവിക വാഗ്ദത്തങ്ങളെ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാറുണ്ടോ? ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, എന്റെ ദൈവം എന്നോട് പറഞ്ഞ ഒരൊറ്റ വാഗ്ദത്തങ്ങളും വ്യർത്ഥമായി പോകാനുള്ളതല്ല. സകല വാഗ്ദത്തങ്ങളും നിവർത്തിക്കപ്പെടാനുള്ളതാണ്. ഇന്നലകളിൽ ദൈവം പറഞ്ഞിട്ടുള്ള തന്റെ വാഗ്ദത്തങ്ങൾ എന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ ഇന്ന് രാത്രി ആത്മാവിൽ നിയോഗമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനം ഞാനത് വിശദീകരിക്കാം. ഇനി എന്റെ ചോദ്യം, ഈ വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനായിരുന്നോ? ഞാൻ നിനക്കും നിന്റെ തലമുറകൾക്കും ഈ ദേശം ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ വാഗ്ദത്തത്തിൽ എന്റെ ദൈവം വിശ്വസ്തനായിരുന്നോ? മോശ മുഖാന്തരം ദൈവം ഇസ്രായേലിനെ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് കൊണ്ടുപോകുന്നു. സീനായ് അക്കാബ കടലിടുക്ക് വഴി കാദേശ് ബർന്ന ചുറ്റി മോവാബ് സമഭൂമിയിലൂടെ കുലുങ്ങിച്ചിരിച്ചു പതഞ്ഞൊഴുകുന്ന യോർദാനും കടന്ന് അവര് വാഗ്ദത്ത ഭൂമിയിലെത്തിയില്ലേ? ഹിത്യർ, അമോന്യർ, പെരിസ്യർ, യെബൂസ്യർ, ഗിർഗസ്യർ, അമോര്യർ, ഖനാന്യർ തുടങ്ങിയ ജാതികളുടെ നാട് യോശുവ മൂലം അവര് വെട്ടിപ്പിടിച്ചില്ലേ? അളവു നൂലിട്ട് ദൈവം അവർക്ക് വിഭജിച്ചു കൊടുത്തില്ലേ? അടുത്ത ഭാഗത്തേക്ക് അല്പ ചരിത്രത്തിലേക്ക് ഞാൻ ഓടി വരികയാണ്. യോശുവ മരിച്ചു കേട്ടോ. അവര് ന്യായാധിപ ഭരണത്തിന്റെ കീഴിലായി. ന്യായാധിപ ഭരണം ആ രാജകീയ ഭരണത്തിന് വഴിമാറി വിശദീകരിക്കുന്നില്ല. രാജാക്കന്മാർ അവരെ ഭരിച്ചു. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ BC 606, 598, 586 കാലഘട്ടങ്ങളിൽ അവർ ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോയി. അവർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു.
ഭരണം നഷ്ടപ്പെട്ടു, ദൈവാലയം നഷ്ടപ്പെട്ടു. എന്നാൽ 70 വർഷം കഴിഞ്ഞ് ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് ദൈവം അവരെ മടക്കി വരുത്തി. 200-ൽ പരം കൊല്ലങ്ങൾ മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യം അവരെ ഭരിച്ചു. അതിനുശേഷം ഗ്രീക്കുകാർ അവരെ ഭരിച്ചു. അന്ത്യോക്യസ് എപ്പിഫാനസ് അവരെ ഭരിച്ചു. വിശദീകരിക്കുന്നില്ല. അവസാനം റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിട്ട് അവർ മാറി. റോമൻ സാമ്രാജ്യം അവർക്ക് ഹെരോദ രാജാക്കന്മാരുടെ ഭരണാധികാരികളായി കൊടുത്തു. വിശദീകരിക്കുന്നില്ല. AD 70-ൽ യഹൂദന്റെ ദൈവാലയം ആ തീ വെച്ച് നശിപ്പിക്കപ്പെട്ടു. AD 136-ൽ അദ്രിയാൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ഒരൊറ്റ യഹൂദൻ പോലും പാലസ്തീനിൽ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് അവരെ കുടിയിറക്കി വിട്ടു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ ചിതറിപ്പോയി. ബ്രിട്ടനിലും നമ്മുടെ കൊച്ചു കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുമൊക്കെ യഹൂദൻ എത്തപ്പെടാനുള്ള കാരണം ഇതാണ്. 1800 കൊല്ലങ്ങൾ രാജ്യമില്ലാതെ, ദൈവാലയമില്ലാതെ, ഭരണമില്ലാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി അവർ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ 1939 മുതൽ 45 വരെ 2ാം ലോകമഹായുദ്ധം നടന്നു. 2ാം ലോകമഹായുദ്ധത്തിലൂടെ ബാൽഫർ വിളംബരത്തിലൂടെ യഹൂദൻ അവന്റെ രാജ്യത്തേക്ക് മടങ്ങി വരാൻ ചരിത്രത്തിൽ ദൈവം അവസരമൊരുക്കി. വിശദീകരിക്കുന്നില്ല. ചരിത്രം അധികം നീട്ടിപ്പരത്തി പറയണ്ട. തിരുവഴുത്തിന്റെ തെളിവിലേക്ക് ഞാൻ വരികയാണ്. അതിനുശേഷം 1914 മുതൽ 18 വരെ നടന്ന 1ാം ലോകമഹായുദ്ധം. 1ാം ലോകമഹായുദ്ധത്തിലൂടെ ബാൽഫർ വിളംബരത്തിലൂടെ യഹൂദൻ അവന്റെ രാജ്യത്തേക്ക് മടങ്ങി വരാൻ ദൈവം അവസരമൊരുക്കി. 1939 മുതൽ 45 വരെ നടന്ന 2ാം ലോകമഹായുദ്ധം. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഐക്യരാഷ്ട്ര സഭയിൽ ഒരു പ്രമേയം വന്നു. ആ പ്രമേയം എന്താണെന്നറിയാമോ? ഇസ്രായേലിനെ ഒരു രാജ്യമാക്കി മാറ്റണം. അവരെ എവിടെ ഒരു രാജ്യമാക്കി മാറ്റണം. ചൂടേറിയ ചർച്ച നടന്നു. പാലസ്തീനിൽ അവരെ ഒരു രാജ്യമാക്കിയാൽ ലോക രാജ്യങ്ങൾ പറഞ്ഞു, നമ്മൾ അവരെ അറബികൾക്ക് പന്തടിക്കാൻ ഇട്ടുകൊടുക്കുകയാണ്. അറബ് രാജ്യങ്ങൾ അവരെ ഉപദ്രവിക്കും. ഇസ്രായേലിന് ലോക രാജ്യത്തൊരു രാജ്യമായി നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം. യൂറോപ്പിൽ എവിടെങ്കിലും ഒരല്പം ഭൂമി വേർതിരിച്ച് അവിടെ അവരെ ഒരു രാജ്യമാക്കാം. ആഫ്രിക്കയിൽ എവിടെയെങ്കിലും അല്പം ഭൂമി മാറ്റി വെച്ചിട്ട് അവിടെ ഇസ്രായേലിനെ ഒരു രാജ്യമാക്കാം. ആഫ്രിക്ക കൊടുക്കാൻ തീരുമാനിച്ചു. യൂറോപ്പിൽ എവിടെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ആഫ്രിക്ക നടന്നില്ല. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ് ആഫ്രിക്ക നടന്നില്ല, യൂറോപ്പും നടന്നില്ല. എന്താ നടക്കാഞ്ഞെന്നറിയാമോ? എസെക്കിയേൽ 11:17 ഒന്ന് വായിച്ച്, പെട്ടെന്നൊന്ന് വായിച്ച്. എസെക്കിയേൽ 11:17. ആമേൻ. എനിക്കറിയാം സമയത്ത് നിർത്തണ്ടേ. എസെക്കിയേൽ 11:17. ആമേൻ, ആമേൻ, ആമേൻ. ആകയാൽ നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അടുത്തത്, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് കരങ്ങൾ ഉയർത്തി ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞ്, ഞാൻ നിങ്ങളെ കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാമെന്ന് എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ, ഒന്നുകൂടെ പറയുന്നു, ദൈവത്തിന്റെ പദ്ധതി അതായിരിക്കെ ഐക്യരാഷ്ട്ര സഭ യൂറോപ്പിൽ എവിടെങ്കിലും സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചാൽ, ആഫ്രിക്കയിൽ എവിടെങ്കിലും സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് നടക്കുകയല്ല. കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ലോക ഭരണാധികാരികളുടെ മൂശയിലല്ല, അവരുടെ തലക്കകത്തല്ല. കാര്യങ്ങളുടെ കടിഞ്ഞാണുകൾ കയ്യിലുള്ളത് അത്യുന്നതനായ ദൈവത്തിന്റെ പക്കലാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി സങ്കടം മറന്നു സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമുയർത്തി ഒരിക്കൽ കൂടി രാത്രി നല്ലൊരു ആമേൻ പറയാം. 1948 മെയ് മാസം 14-ാം തീയതി നക്ഷത്ര കൊടിയടയാളത്തോടുകൂടിയുള്ള ദേശീയ പതാക അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗൂറിയൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. 1948 മെയ് മാസം 14-ാം തീയതി ഭൂമിയുടെ മധ്യഭാഗത്ത് ജനിച്ചു വീഴുന്ന ഈ നവജാത രാഷ്ട്ര ശിശുവിന് നീ ദൈവത്തിന്റെ പ്രഭു എന്ന് അറിയപ്പെടുമെന്ന് പറഞ്ഞ് വിളിക്കപ്പെടും
അറിയപ്പെടുമെന്ന് പറഞ്ഞ് നമ്മുടെ പിതാമഹനായ യാക്കോബിന് ഇസ്രായേൽ എന്ന് പേര് വിളിച്ച അതേ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഇസ്രായേൽ എന്ന നാമകരണം ചെയ്യുന്നു. ഇന്ന് രാത്രി എന്റെ ചോദ്യം ഇതാണ്. ഇന്ന് ഇസ്രായേൽ എന്ന രാജ്യം പാലസ്തീനിലുണ്ട്. യഹൂദൻ എന്ന ജനവിഭാഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പാലസ്തീനിലുമായി ഇന്നും ജീവനോടെ ശേഷിക്കുന്നു. എന്താ അതിന്റെ കാരണമെന്നറിയാമോ? ഉൽപ്പത്തി 15 പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഊട്ടലിന്റെ നടുവിലൂടെ പോയി എന്റെ ദൈവം അബ്രഹാമിനോട് നിയമം ചെയ്തു. ഈ ദേശമുണ്ടല്ലോ, ഞാൻ നിനക്കും നിന്റെ തലമുറയ്ക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. ഇന്ന് രാത്രി തിരിച്ചറിയണം കേട്ടോ. ഇസ്രായേൽ എന്ന രാജ്യം, ആ രാജ്യത്തുള്ള യഹൂദൻ എന്താ നമ്മോട് പറയുന്നറിയാമോ? വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന, സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ് ആരാധന അർപ്പിക്കാൻ മനസ്സുള്ള ദൈവമക്കൾ കരമടിച്ച് ഒരു മിനിറ്റ് ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇതുപോലെ വിശ്വസ്തനായ ഇത്ര നല്ലൊരു ദൈവത്തെ ഈ രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. എന്റെ ഹൃദയം നന്ദിയാൽ ദൈവസന്നിധിയിൽ നിറയുന്നു. പ്രിയരെ, ഇന്ന് രാത്രി അറിയണം കേട്ടോ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നിരീശ്വരവാദികൾ എത്ര പ്രബലപ്പെട്ടാലും നിങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് ദൈവാസ്തിക്യത്തെ ചോദ്യം ചെയ്യുന്ന, ദൈവാസ്തിക്യത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന എത്ര പേരുണ്ടെങ്കിലും ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ, ദൈവത്തെ അറിയാവുന്ന ദൈവമക്കൾ, ദൈവവചനം അറിയാവുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറ, ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അതരം തുറന്ന് ചങ്കൂറ്റത്തോടെ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിക്കുക, പഴയ നിയമ ഇസ്രായേലിന്റെ അക്ഷരീക കനാന്റെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് പിളർക്കപ്പെട്ട അക്ഷരീക മൃഗമായിരുന്നു. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറയാം, പഴയ നിയമ ഇസ്രായേലിന്റെ അക്ഷരീക കനാന്റെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് പിളർക്കപ്പെട്ട അക്ഷരീക മൃഗമായിരുന്നു. എന്നാൽ പുതിയ നിയമസഭയുടെ വാഗ്ദത്തം എന്തെന്ന് ഞാൻ പിന്നീട് പറയും. എന്നാൽ ആ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് പിളർക്കപ്പെട്ട മൃഗമല്ല, കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട നമ്മുടെ രക്ഷിതാവാണ്. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് ഒന്നുകൂടെ പറയുന്നു, പഴയ നിയമ ഇസ്രായേലിന്റെ അക്ഷരീക കനാന്റെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് പിളർക്കപ്പെട്ട അക്ഷരീക മൃഗമാണെങ്കിൽ പുതിയ നിയമസഭയുടെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് പിളർക്കപ്പെട്ട അക്ഷരീക മൃഗമല്ല, കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട നമ്മുടെ രക്ഷിതാവാണ്. ശബ്ദവും കരവും ഉയർത്തി ഈ രാത്രി സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാനിത് തെളിയിക്കാം. രണ്ടുറപ്പ. നമ്മുടെ വാഗ്ദത്തം നിത്യതയാണെന്ന് പിന്നീട് വ്യക്തമാക്കാം. എബ്രായ ലേഖനം എടുക്കുക, 9-ാം അധ്യായം 15 മുതൽ 17 വരെ. എബ്രായ ലേഖനം 9-ാം അധ്യായം 15 മുതൽ 17 വരെ. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന് മധ്യസ്ഥനാകുന്നു. അടുത്തത്, നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. മനസ്സിലായില്ലെന്ന് എനിക്ക് അറിയാം. എന്നെ ഒന്ന് ശ്രദ്ധിച്ചു. അതിനു മുമ്പ് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി നല്ല ആമേൻ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം. നിയമമുള്ളയിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. എന്തൊക്കെ പറഞ്ഞ അർത്ഥം? ദിയാത്തിക്ക് എന്ന പദമാണ് ഗ്രീക്കിൽ.
വിൽപ്പത്രമാണ്, മലയാളത്തിൽ പെട്ടെന്ന് മനസ്സിലാവും. വിൽപ്പത്രം എന്താ വാക്യത്തിൻ്റെ അർത്ഥം എന്ന് പറയാം. ഒരു തോമസ് ചേട്ടൻ, എൻ്റെ പേര് തന്നെ ആയിക്കോട്ടെ, ഒരു തോമസ് ചേട്ടന് 4 മക്കളുണ്ട്. 5 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. ഓരോ മക്കൾക്കും ഓരോ ഏക്കർ വീതം കൊടുത്തു. അവസാനം ഓരോ ഏക്കർ തൻ്റെ ഭാര്യയുടെയും പേരില്ല. അത് വിൽപ്പത്രമായിട്ട് എഴുതി വെച്ചു. അവരെ നോക്കുന്ന അവരുടെ ഇളയ മകൻ ടോമിച്ചനും കുടുംബത്തിനും ഉള്ളതാണ് ആ 1 ഏക്കർ. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ തോമസ് ചേട്ടന് തോന്നി ടോമിച്ചനും ഭാര്യയും നോക്കുന്നത് അത്ര പോരാ. അദ്ദേഹം പറഞ്ഞടാ, മാന്യം മര്യാദയ്ക്ക് ഞങ്ങളെ നോക്കിയാൽ നിനക്കും ഭാര്യയ്ക്കും മക്കൾക്കും കൊള്ളാം, ഈ 1 ഏക്കർ കിട്ടും. അല്ല, നീ ഞങ്ങളെ ഇട്ട് വട്ട് തട്ടുകയാണെങ്കിൽ ഇത് മൂത്ത മകൻ കുര്യാച്ചന്റെയും മക്കളുടെയും പേരിൽ ഞാൻ എഴുതി വെക്കും. ടോമിച്ചന്റെ ഭാര്യ എടുത്തു ചാടി പ്രതികരിക്കാൻ വരുമ്പോൾ തോളെ തട്ടിയിട്ട് ടോമിച്ചൻ പറയും, എടി നിക്കടി, വേഗോളം നിൽക്കുകയാണെങ്കിൽ 6 കാത്തിരുന്നു കൂടെ. ഏതായാലും ഇവരിനി ജീവിച്ചിടത്തോളം കാലം ജീവിക്കുകയല്ല, ഇത്രയും പ്രായമായില്ലേ, നീ ശാന്തമായിട്ടിരിക്കുക. കിട്ടുകയാണെങ്കിൽ 1 ഏക്കറാണ് കിട്ടുന്നത്. ഇപ്പോൾ 1 സെന്റിനൊക്കെ എന്നാ വില. നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നമുക്ക് 1 ഏക്കർ കിട്ടുകയല്ല. ശാന്തമായിട്ടിരിക്കുക. മനസ്സില്ലേലും 1 ഏക്കർ ഓർത്ത് ഈ സഹോദരി മൗനമായിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ തോമസേട്ടനും ഭാര്യയും മരിച്ചു കേട്ടോ. മരിച്ച ശേഷം നാട്ടുകാരുടെ മുമ്പിൽ ഇവർ കരയുന്നുണ്ടെങ്കിൽ ഹൃദയത്തിനകത്തൊരു വലിയ ആശ്വാസം. മനസ്സിലാവുന്നുണ്ടോ? 1 ഏക്കർ ഞങ്ങൾക്ക് ഉറപ്പിച്ച് കിട്ടി. ഇനി ആർക്കും അത് തട്ടിയെടുക്കാൻ പറ്റിയല്ല. കാരണം വിൽപ്പത്രം എഴുതിയ ആള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എങ്ങനെ വേണമെങ്കിലും അതിന് ഭേദഗതി വരുത്താം, അത് മാറ്റി എഴുതാം. പക്ഷെ വിൽപ്പത്രം എഴുതിയ ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഭേദഗതിയില്ല, അത് ഉറപ്പായി കഴിഞ്ഞു. ഇവിടെ എന്താ എബ്രായ ലേഖകൻ പറയുന്നത്? ഒരു മരണമുണ്ടായിട്ട്, ഒന്ന് സ്തോത്രം ചെയ്തു പറ, നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം. സഹോദരങ്ങളെ, യേശുവിന്റെ ക്രൂശ് മരണമാ. അവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് ക്രൂശിൽ എന്താ സംഭവിച്ചത്? യേശുവിന്റെ ക്രൂശും മരണം കൂടും മൂലം എനിക്കും നിങ്ങൾക്കും തന്ന അനുഗ്രഹം എന്താ? തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, കാർക്കിച്ചു മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട്, പുറമുഴുവുചാല് പോലെ അടിച്ചു കീറപ്പെട്ട്, അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട്, രക്തം വിറ്റിട്ട് വീഴ്ത്തപ്പെട്ട്, ഓ ഹല്ലേലൂയ, മുൾക്കിരീടം ചൂടിയ തല സ്വന്തം തോളോട് ചായച്ചു വെച്ച് എന്റെ രക്ഷിതാവ് പ്രാണനെ വെടിയുമ്പോൾ എന്റെ യേശുവിന്റെ ക്രൂശും മരണം മൂലം ദൈവം എനിക്ക് തന്ന ഉറപ്പ്, ദൈവം എനിക്ക് തന്ന വാഗ്ദത്തം, അത് മറ്റൊന്നുമല്ല, അത് നിത്യതയാണ്, നിത്യാവകാശത്തിന്റെ വാഗ്ദത്തമാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാൻ ഈ രാത്രി മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. പോരോ, കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. പിന്നീട് പറയാം ഇംഗ്ലണ്ടിൽ വന്നതല്ല വാഗ്ദത്തം, വെയിൽസിൽ വന്നതല്ല വാഗ്ദത്തം. അതൊക്കെ വാഗ്ദത്തം. നാട്ടിലുള്ളപ്പോൾ മരുഭൂമി വിടുന്നു, മരുഭൂമിയിൽ ചെല്ലുമ്പം മഞ്ഞുള്ള രാജ്യത്ത് വിടുന്നു, മഞ്ഞുള്ള രാജ്യത്ത് വരുമ്പം ഭൂമിയുടെ അറ്റത്ത് വിടുന്നു. ഞാൻ പിന്നെ ഈ ഭൂമിയുടെ അറ്റത്തുള്ളവരോട് ചോദിക്കാറൊരു ചോദ്യമുണ്ട്, ഇനി നിങ്ങളോട് എന്നാ പറയണ്ടേ? ഇനിയിപ്പോ നിങ്ങളോട് പറയാനുള്ളത് നേരത്തെ മഞ്ഞുള്ളിടത്തും പിന്നെ മരുഭൂമിയിലേക്കും പിന്നെ വന്നിടത്തേക്കും വിടുന്ന. എടാ, ഈ നിത്യതയുടെ വാഗ്ദത്തം കേൾക്കുമ്പോ ഉറങ്ങി. ചാകാൻ നേരം ഇവിടെ ഇട്ടേച്ചു പോകേണ്ടെന്നൊക്കെ കേൾക്കുമ്പം കൈകൊട്ടി തുള്ളുകയും ചെയ്യുന്ന ആത്മീകത മാറ്റിവെച്ചിട്ടേ ചാകാൻ നേരം ഇട്ടേച്ചു പോകേണ്ടുന്ന ഭൗതിക നന്മകളുടെ അതിപ്രസരണങ്ങൾ കേൾക്കുമ്പോഴല്ല ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. കണ്ണടച്ചാൽ എന്റെ തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയുണ്ടെന്നും ആ നിത്യതയുടെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് എന്റെ ദൈവം എനിക്ക് തന്നത് യേശുവിന്റെ ക്രൂശും മരണം മൂലമാണെന്നും ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് കരഘോഷമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ഒരു 30 സെക്കൻഡ് കരമടിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് യേശുവിനെ ആരാധിക്കാം. എന്നെ തെറ്റിദ്ധരിക്കരുത്. ലൈവിലൂടെ വിവിധ സ്ഥലങ്ങളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഈ ഭൗതിക വാഗ്ദത്തം ദൈവം പറയോ? ഭൗതിക വാഗ്ദത്തം ദൈവം പറയും. ഇംഗ്ലണ്ടിൽ വിടുന്നു, വെയിൽസിൽ വിടുന്നു, അമേരിക്ക വിടുന്നു, ഗൾഫിൽ വിടുന്നു ഒക്കെ ദൈവം പറയുന്നേ. ഒരാമേൻ എന്ന് പറഞ്ഞു പറയുന്നതൊക്കെ ദൈവം നിവർത്തിക്കുകയും ചെയ്യും. എന്തിനാണെന്നറിയോ? കുഞ്ഞെ, ഇത്രയും ഭൗതിക കാര്യങ്ങളുടെ നിസാര കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ നിവർത്തിക്കുമ്പോൾ ഞാൻ വിശ്വസ്തനാണെങ്കിൽ
എന്നോട് പറഞ്ഞു, നിന്നോട് പറഞ്ഞ ഭൗതിക കാര്യങ്ങൾ, കൊച്ചു കൊച്ചു ഭൗതിക കാര്യങ്ങൾ, ആ വാഗ്ദത്തങ്ങളിൽ ഞാൻ വിശ്വസ്തനാണെങ്കിൽ നിന്നോട് പറഞ്ഞ നിത്യതയുടെ വാഗ്ദത്തങ്ങളിൽ ഞാൻ എത്രയധികം വിശ്വസ്തനാണെന്ന് എൻ്റെ ദൈവം നമുക്ക് തെളിയിച്ചു തരികയാ. കൊച്ചു കൊച്ചു വാഗ്ദത്തങ്ങൾ, ഭൗതിക വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുമ്പോൾ അത് നിന്നെ നിത്യതയുടെ വെളിപ്പാടിലേക്ക് നയിക്കണം. അതരം തുറന്ന് ചങ്കൂറ്റത്തോടെ വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുകൂടെ പറയാ, പുതിയ നിയമസഭയുടെ വാഗ്ദത്തം നിത്യതയാണ്. ആ നിത്യതയുടെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് പിളർക്കപ്പെട്ട അക്ഷരീക മൃഗമല്ല, കാൽവറിയിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട എന്റെ യേശുവാണ്. അടുത്ത ഓരോ ഉറപ്പും കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. എബ്രായ ലേഖനം എടുത്തു, 6-ാം അധ്യായം 18 മുതൽ 20 വരെ. എബ്രായ ലേഖനം. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായി? അതിന്റെ ആശയം മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക. അത് പറയാൻ പോയാലേ 5 മിനിറ്റ് കൊണ്ട് തീരുകയല്ല, അതുകൊണ്ട് ഓടിച്ച് പറയാം. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ നിത്യത, മരണാനന്തര ജീവിതം മനുഷ്യന്റെ മുമ്പിൽ അവ്യക്തതയുടെ കരിമ്പടം കൊണ്ട് മൂടപ്പെട്ടിരുന്നു. എന്നാൽ യേശുവിന്റെ ഉയർപ്പ് മൂലം അവ്യക്തതയുടെ കരിമ്പടം മാറി. ഇന്ന് നിത്യത നമുക്ക് ഊഹാപോഹമല്ല, അനുമാനമല്ല, കെട്ടുകഥയല്ല. സ്വർഗമുണ്ടെന്നുള്ളത് ഒരു തോന്നലുമല്ല. കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഒരുമിച്ച് വിളിച്ചു പറയും, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ഈ മണ്ണിൽ കണ്ണു തിരുമി അടച്ചാൽ എന്റെ നിത്യത എവിടെയാണെന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയത് യേശുവിന്റെ ഉയർപ്പ് മൂലമാണ്. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ അടുത്ത പദം ശ്രദ്ധിച്ചേ. പഴയ നിയമത്തിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ തിരശീല കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുമായിരുന്നു. മഹാപുരോഹിതൻ അല്ലാതെ വേറെ ആർക്കും അവിടേക്ക് പ്രവേശനമില്ല. യഹൂദ പാരമ്പര്യം പറയുന്നത് മഹാപുരോഹിതൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് വീണ് മരിച്ചാൽ ഡെഡ് ബോഡി എടുക്കാൻ പോലും കയറാൻ ആർക്കും അനുവാദമില്ല. അത്ര ഗൗരവമായിരുന്നു ആ നിയമം. മഹാപുരോഹിതനല്ലാതെ അദ്ദേഹത്തിന് എപ്പോഴും ചെല്ലാൻ പറ്റില്ല. ആണ്ടിലൊരിക്കൽ മാത്രമേ ചെല്ലാൻ കഴിയൂ. ലക്ഷോപലക്ഷം യഹൂദ ജനത്തിന്റെ പ്രതിനിധിയായി മഹാപുരോഹിതൻ മാത്രം ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയിരുന്നു. അദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കും അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. എബ്രായ ലേഖകൻ എന്താ പറയുന്നത്? നമ്മുടെ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലമായ സ്വർഗങ്ങളിലേക്ക് അകരോന്യമ പൗരോഹിത്യത്തിന്റെ ക്രമപ്രകാരമല്ല, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി അടുത്ത പദത്തിന് സ്തോത്രം ചെയ്യേണ്ടതാണ്. മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു.
എന്നാൽ നിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. നമ്മുടെ മഹാപുരോഹിതൻ എങ്ങനെ പോയത്? മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പോയി. ഒന്നുകൂടെ പറയാം, പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ എങ്ങനെ പോയത്? മുമ്പ് കൂട്ടി പോയതല്ല, ഇവരുടെ പ്രതിനിധിയായി പോയതാ. ഇദ്ദേഹത്തിന് മാത്രമേ പോകാൻ കഴിയൂ, വേറെ ആർക്കും പോകാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ മഹാപുരോഹിതനുണ്ടല്ലോ, കൈപ്പണിയായ കൂടാരത്തിലേക്കല്ല, സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് പോയി. എങ്ങനെ പോയി? നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി പോയി. മുമ്പ് കൂട്ടി പോയെന്ന് പറഞ്ഞാൽ ആശയം എന്താ? അവൻ ആദ്യമേ പോയെന്നേ ഉള്ളൂ, ഇനി അവന്റെ പിറകെ നമുക്കും പോകാം. ഒന്ന് സ്തോത്രം ചെയ്തു ദൈവമക്കൾ, ദൈവത്തിന് നന്ദി പറ. ഇനി അവന്റെ പിറകെ, അവൻ പോയിടത്തേക്ക് നമുക്ക് പോകാം. എപ്പോൾ പോകാം? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോ കോടാനുകോടി വിശുദ്ധന്മാർ, കോടാനുകോടി വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച് കുഞ്ഞുമാടങ്ങളെ പിളർന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് യേശുവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടാൻ പോകുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, അല്പം ഗൗരവമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്പം വചനത്തിൽ പരിജ്ഞാനമുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ശ്രദ്ധിക്കണേ, പുതിയ നിയമസഭയുടെ വാഗ്ദത്തം നിത്യതയാണ്. ആ നിത്യതയ്ക്ക് ദൈവം നമുക്ക് തന്ന രണ്ട് ഉറപ്പൊന്ന് യേശുവിന്റെ മരണവും, രണ്ട് കർത്താവിന്റെ ഉയർപ്പും, എന്റെ യേശുവിന്റെ സ്വർഗാരോഹണവുമാണ്. എബ്രായ ലേഖനം, സഭയുടെ വാഗ്ദത്തം എന്താ? എബ്രായ ലേഖനം 10:23 ഒന്നുറക്കെ ഒരുമിച്ചെന്ന് പറയാമോ? പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. എല്ലാവരും കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ആധാരം തുറന്ന് ഒരുമിച്ചെന്ന് പറഞ്ഞ് പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഇവിടെ പറയാ, ശ്രദ്ധിക്കണേ, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചോണം. വാഗ്ദത്തം ചെയ്തവൻ എന്താ? നമ്മുടെ വാഗ്ദത്തം എന്താ? പുതിയ നിയമസഭയുടെ വാഗ്ദത്തം 10-37 വാക്യം വായിക്കേണ്ട പറഞ്ഞാൽ മതി. ഇനി അല്പകാലം കഴിഞ്ഞിട്ട്, ഒരുമിച്ചൊന്ന് പറ, ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയുമില്ല. പുതിയ നിയമസഭയുടെ വാഗ്ദത്തം, നമ്മുടെ വാഗ്ദത്തം മണ്ണല്ല, മണ്ണിലെ ഭൗതികവുമല്ല. സഭയുടെ വാഗ്ദത്തം, സഭ കാത്തിരിക്കുന്ന വാഗ്ദത്തം, ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യേശു വരുന്നു, യേശു വരുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് കർത്താവിനോട് നന്ദിയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എല്ലാവരും ദൈവസ്ഥലത്ത് എഴുന്നേറ്റ് നിന്നേ. ആമേൻ. സമയത്ത് നിർത്തണമല്ലോ, നീതി പാലിക്കണമല്ലോ. എല്ലാവരും ദൈവസ്ഥലത്ത് എഴുന്നേറ്റ് നിന്നേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എന്നിട്ട് എല്ലാവരും എന്നെ ഒന്ന് നോക്കണേ. ആമേൻ. ശാന്തമായിട്ട് എഴുന്നേറ്റ് നിന്ന് എന്നെ ഒന്ന് നോക്കണം. സഹോദരങ്ങളെ, പഴയ നിയമ ഇസ്രായേലിന് ദൈവം കൊടുത്ത അക്ഷരീക കനാന്റെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് പിളർക്കപ്പെട്ട അക്ഷരീക മൃഗമല്ലേ? ആ വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണോ? ദൈവം ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്നുള്ളതിന്റെ തെളിവല്ലേ ഇസ്രായേൽ എന്ന രാജ്യം? ആ ദേശത്ത് പാർക്കുന്ന ഇസ്രായേൽ എന്ന ജനവിഭാഗം ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, അബ്രഹാമിനോട് പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി എന്റെ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളിൽ ദൈവം ഇത്ര വിശ്വസ്തനാണെങ്കിൽ, നമ്മുടെ കണ്ണുകൊണ്ട് നാം അത് കാണുന്നെങ്കിൽ, അത് സത്യമാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ, ദൈവം തന്റെ ഓമനപുത്രനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർത്തും യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തന്നോടുകൂടെ ഇരുത്തുകയും ചെയ്ത് നമുക്ക് തന്ന നിത്യതയുടെ വാഗ്ദത്തങ്ങളിൽ എന്റെ ദൈവം എത്രയധികം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി കൃപയുള്ള ദൈവമക്കൾ ആധരം തുറന്ന് ഒരുമിച്ച് വിളിച്ചു പറ, എന്റെ യേശു മടങ്ങി വരുന്നു, എന്റെ യേശു മടങ്ങി വരുന്നു. ആ ഉറപ്പുള്ള ദൈവമക്കൾ ആധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.